തൃശൂർ മണ്ണുത്തിയിലെ കോൺഗ്രസ് ഓഫീസിൽ മദ്യപിച്ചെത്തി നൃത്തം ചെയ്ത സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി പുറത്താക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് ഓഫീസിന് പുറത്തുനിന്ന് മദ്യപിച്ച് അകത്തെത്തി നൃത്തം ചെയ്യുന്നത് പതിവെന്ന് ഒല്ലൂർ നിയോജക മണ്ഡലം സെക്രട്ടറിയായിരുന്ന ടിറ്റോ തോമസ് 24നോട് പറഞ്ഞു. മറ്റൊരാൾ അയച്ചു തന്ന ദൃശ്യങ്ങളാണ് താൻ നേതാക്കൾക്ക് അയച്ചു നൽകിയത്. താൻ മദ്യപാന സദസ്സിൽ ഉണ്ടായിരുന്നില്ലെന്നും തനിക്കെതിരെ പ്രതികാര നടപടിയെന്നും ടിറ്റോ തോമസ് ആരോപിച്ചു. മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വരും. 6 മണി കഴിയുമ്പോൾ പരിപാടി വെച്ചാൽ ആൾക്കാർ വരും. അത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷേ നിലവിൽ പാർട്ടി ഓഫീസിൻ്റെ ആ ചുറ്റുവട്ടത്തിൽ ഇരുന്നിട്ടാണ് ഈ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉള്ള വീഡിയോസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് മുമ്പല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുമല്ല. കോൺഗ്രസ് ഓഫീസിൽ വെച്ചിട്ടാണ് എല്ലാ ദിവസവും മദ്യം വാങ്ങുന്നത്. അവിടെ നിന്ന് ബീവറേജിൽ നിന്ന് വാങ്ങിക്കും, ഇവിടെ വന്നിരുന്ന് കഴിക്കും. അവിടെ കഴിച്ച് ഒരു 10 മണിക്ക് ആകുമ്പോൾ പിന്നെ തിക്കും തിരക്കാവും. ശ്രീകുമാരുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ശ്രീത്ത്, ഇത് പാർട്ടി ഓഫീസോ ഡാൻസ് ബാറോ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് ഈ ദൃശ്യങ്ങൾ വരുന്നത്. ഈ ആരോപണവും അങ്ങനെ തന്നെയാണ്. എന്താണ് ഈ കോൺഗ്രസിന്റെ നടപടി? അത് ഏകപക്ഷീയമായെന്നാണോ പരാതി? തീർച്ചയായും. അതായത് ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച ടിറ്റോക്കെതിരെ നടപടിയെടുത്തുവെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് ടിറ്റോ തോമസ്. എന്നാലും ടിറ്റോക്കെതിരെ MU മുത്തുത്തങ്ങൾ എന്ന അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് പ്രതികാര നടപടി സ്വീകരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. MU മുത്തുത്തങ്ങളാണ് ഇത്തരത്തിൽ മദ്യം വാങ്ങി നൽകുന്നത്. അത് കോൺഗ്രസ് ഓഫീസിന് സമീപത്തിരുന്ന് കഴിക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആഹ്ലാദവുമായൊക്കെയാണ് ഇത്തരത്തിൽ അവിടെ ചെന്ന്, അതായത് ഈ കോൺഗ്രസ് ഓഫീസിൽ ചെന്ന്, മണ്ണുത്തിയിലെ കോൺഗ്രസ് ഓഫീസിനുള്ളിൽ ചെന്ന് ഇത്തരത്തിൽ മദ്യപിച്ച് ബ്ലൂടൂത്തിൽ പാട്ടൊക്കെ ഉറക്കെ വെച്ച് നൃത്തം ചെയ്യുന്നത്. ആ ദൃശ്യങ്ങൾ ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്തായാലും ആ ദൃശ്യങ്ങൾ വലിയ തോതിൽ പ്രചരിച്ചതോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ടിറ്റോ തോമസിനെയും അതുപോലെ തന്നെ ഈ നൃത്തം ചെയ്ത 2 പേരെയും, അത് ഒന്ന് അവിടുത്തെ ഓഫീസ് സെക്രട്ടറി ജോയിയാണ്, 2 മനാഫ് എന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്, ഈ 2 പേരെയും അവിടെ നിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി വാർത്താക്കുറിപ്പിറക്കിയത്. എന്തായാലും പ്രതികാര നടപടിയാണെന്നാണ് പറയുന്നത്. അതിലും ഏറ്റവും ഗുരുതരമായ ആരോപണം മണ്ഡലം പ്രസിഡന്റ് തന്നെ മദ്യം വാങ്ങി നൽകുന്നു. അത് കോൺഗ്രസ് ഓഫീസിൽ ഇത്തരത്തിൽ അതിനുശേഷം നൃത്തം ചെയ്യുന്നു. കൂടാതെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മഹാത്മാഗാന്ധിയുടെയും അതുപോലെ തന്നെ K കരുണാകരന്റെയും അടക്കമുള്ള തലമുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ തന്നെ വലിയ ചിത്രങ്ങളൊക്കെ അവിടെയുണ്ട്. അതിന് താഴെയാണ് ഇത്തരത്തിൽ നൃത്തം ചെയ്യുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. പുറത്താക്കി തടിയൂരാൻ ശ്രമിക്കുമ്പോഴും ടിറ്റോ ഉയർത്തിയ ആരോപണം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ശരി ശ്രീത്ത്, ഒരു ദിവസത്തെ കലാപരിപാടിയല്ല, സ്ഥിരം ഡാൻസാണ്. മദ്യം വാങ്ങി അവിടെ മദ്യ സൽക്കാരം നടക്കുന്നതെന്നാണ് ഉയർന്ന ആരോപണം. നാണക്കേട് ഉണ്ടാക്കുന്നതാണ് ഈ പ്രതികരണം. ശ്രീകുമാരനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.